നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ ഗോൾഡ് പ്ലേറ്റാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഗോൾഡ് പ്ലേറ്റ് നമ്മൾ നമ്മുടെ വീഡിയോസ് എന്ന് പറയുന്നത് ഇപ്പോൾ കുറച്ചായിട്ട് ഇപ്പോൾ ഗോൾഡ് പ്ലേറ്റിൻ്റെ ഐറ്റംസാണ് നമ്മൾ കാണിക്കുന്നത്. തൂണിൻ്റെ വീഡിയോസ് ഓണത്തിനനുസരിച്ച് നമ്മൾ വരുന്നതായിരിക്കും, ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, പിന്നെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല നല്ല അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് എഴുതുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത് കുറച്ച് ലെങ്ത്തുള്ള വീഡിയോ ആണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മുഴുവനായിട്ട് കാണാൻ പറ്റുന്ന താല്പര്യമില്ലാത്ത ആൾക്കാർ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണുന്നത് നല്ലതാണ്. അപ്പോൾ ഇതിൽ ഞാനൊരു മാങ്ങാമാല ഉണ്ട്. മാങ്ങാമാല എങ്ങനെയാണ് കല്ല് വെക്കണത്, കല്ല് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ അലുമിനിയം പേപ്പർ വെക്കുന്നുണ്ട്. അലുമിനിയം പേപ്പർ വെച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ അടിത്തകിട് വെച്ചിട്ട് മടക്കുന്ന ഒരു വീഡിയോസൊക്കെ ഇതിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർ എല്ലാവരും ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നല്ല നല്ല അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് എഴുതുക. ഒരുപാട് പേര് കമൻറ്റായിട്ട് ഞാൻ ഒരു ചോദ്യം ചോദിക്കുന്നതിനൊന്നും മറുപടി പറഞ്ഞു. ഞാൻ പരമാവധി എല്ലാത്തിനും മറുപടി പറയുന്നുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണ് ഇത് പണിയുന്നത്. ഞാൻ ഒറ്റയ്ക്കാണ് ഇത് പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി കൊടുക്കുന്നത്. പാക്കിംഗ് ആണെങ്കിലും ശരി, മെറ്റീരിയൽസ് വാങ്ങാനാണെങ്കിലും ശരി, പിന്നെ പണിയുന്നതൊക്കെ ഒറ്റയ്ക്കാണ്. വേറെ എനിക്ക് ആരും സഹായിക്കാനൊന്നുമില്ല. ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ എല്ലാത്തിനും മറുപടി പരമാവധി ഞാൻ എല്ലാത്തിനും മറുപടി ഞാൻ കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ ഒന്ന് രണ്ടെണ്ണം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ എന്തായാലും ഇന്നത്തെ വീഡിയോസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മാതാവിൻ്റെ ഒരു മാലയുണ്ട്. മാതാവിൻ്റെ നമ്മളിതിന് മുമ്പ് കാശിമാലയാണ് കാണിച്ചത്. കാശിയുടെ പോലത്തെ അതിൻ്റെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് മാതാവാണ്. അതൊരു മേഡം ഓർഡർ തന്നതാണ്, എനിക്ക് ഇതേപോലെ ചെയ്തു തരുമെന്ന് പറഞ്ഞിട്ടാണ്. അത് ഞാൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതേപോലത്തെ അതിൻ്റെ ലോക്കറ്റും കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീട്. അതുകൂടാതെ പിന്നെ നമ്മുടെ ഒരു മാങ്ങാമാലയിൽ ഒരു കല്ല് വയ്ക്കുന്നതും, പിന്നെ അതിൽ അടിത്തകിടിൻ്റെ മുകളിൽ അലുമിനിയം പേപ്പർ വയ്ക്കുന്നത്. അലുമിനിയം പേപ്പറിൻ്റെ മുകളിലാണ് അടിത്തകിട് വെച്ച് മടക്കുന്നത്. അത് വീഡിയോ ഉണ്ട്. അപ്പോൾ അതെന്തായാലും എൻ്റെ കൂട്ടുകാർ, ഈ വീഡിയോ കാണുന്ന കൂട്ടുകാർ എല്ലാവരും അത് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഒന്നും കൂടിയും പറയുകയാണ്, ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ചാനലൊന്ന് ലൈക്ക് അടിക്കുക, പിന്നെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്യുക, പിന്നെ നല്ല നല്ല അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് എഴുതുക. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് എന്താണെന്നുള്ളത് കാണുക. അപ്പോൾ പിന്നെ വേറൊരു കാര്യം കൂടി പറയാം. നമ്മൾ വിളിക്കേണ്ട ടൈം ഞാൻ പറഞ്ഞിട്ട് കാലത്ത് 10 to വൈകുന്നേരം 5 മണിയാണ് വരെയാണ്. ആ സമയത്താണ് വിളിക്കുന്നത്. അതിൻ്റെ ഇടയിൽ വിളിച്ചാൽ മതി. കാരണം മെസ്സേജുകൾ പരിധിയില്ല. അത് രാത്രിയാണെങ്കിൽ എപ്പോഴാണെങ്കിലും മെസ്സേജ് അയച്ചോളൂ. അത് നമ്മൾ പരമാവധി മെസ്സേജൊക്കെ നോക്കാതെ ഒന്നും ഇരിക്കില്ല. എല്ലാ മെസ്സേജും നോക്കുന്നുണ്ട്, അതിനനുസരിച്ച് മറുപടി പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ പ്രോഡക്റ്റുകൾ കിട്ടണം, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ വെറും 3 ആഴ്ച വെയിറ്റ് ചെയ്യേണ്ടി വരും. 3 ആഴ്ചയാണ് നമ്മൾ പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ ഒറ്റയ്ക്കാണ് പണിയുന്നത്. എല്ലാവർക്കും ഓർഡർ, ഈ സ്റ്റോൺ വർക്ക് ആയത് കാരണം ഒരുപാട് പേർക്ക് ആവശ്യക്കാർ കൂടുതലായത് കാരണം ഒരുപാട് ഐറ്റംസ് ഓർഡറുകൾ വരുന്നുണ്ട്. ഓർഡർ വരുന്നില്ല. അത് ഓർഡർ വരുന്നതൊക്കെ എന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ട് ഷെയർ ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് ഓർഡർ വരുന്നത്. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞ് വലിച്ചു നീട്ടില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോസ് എന്താണെന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് വേളാങ്കണ്ണി മാതാവിൻ്റെ ഒരു ചെറിയൊരു നെക്ലസ്സാണ് കേട്ടത്. അതിന് മുമ്പ് കാശിയാണ് ചെയ്തിട്ടുണ്ടായത്. നമ്മൾ സെൻറ്ററിൽ നമ്മൾ ലക്ഷ്മി ദേവി, പിന്നെ സൈഡിലുള്ള കണ്ണികളും, അതായത് ചെറിയത് കാശി ലക്ഷ്മിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ കണ്ടിട്ട് ഒരു മേഡം എന്നോട് വിളിച്ച് ചോദിച്ചാണ്, ഇതേപോലത്തെ നമുക്ക് ഒരു വേളാങ്കണ്ണി മാതാവിൻ്റെ ഒരു നെക്ലസ് ചെയ്തു തരുമോ എന്ന് ചോദിച്ചാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെയും ഞാൻ നിരാശപ്പെടുത്താറില്ല. അപ്പോൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ഉള്ള ഡിസൈൻ ചെയ്തോ എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ ഞാൻ അതേപോലത്തെ ആ ഡിസൈനാണ് എടുത്തിരിക്കുന്നത്. വേളാങ്കണ്ണി മാതാവാണത്. അപ്പോൾ അതിൻ്റെ ചുറ്റും നമ്മൾ പഴയ അതിലുള്ള ഡൈയാണ് ഇത് വെച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ചുറ്റും സ്റ്റോൺ വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് ചോദിച്ചു, ഞാൻ വൈറ്റ് സ്റ്റോൺ ഇവിടെ വെക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വെച്ചോളാൻ പറഞ്ഞു. പിന്നെ മുകളിലൊരു കുരിശ് വന്നിട്ടുണ്ട്. കുരിശ് വെച്ചിട്ട് അപ്പോൾ ഇതേപോലെ ചെയ്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ എൻ്റേതായ ഒരു ഡിസൈനിൽ ഞാനത് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഈ ചെറിയ മാതാവിൻ്റെ അടുത്ത ജോയിൻറ്റ് വരുന്ന സൈഡ് നമ്മളൊരു മുത്തിരിപ്പൂവാണ് മറ്റേ നമ്മുടെ കാശിമാലയിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മുത്തിരിപ്പൂവിന് പകരം ഞാൻ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യണ്ടേന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഈ കല്ലിങ്ങനെ വെക്കട്ടെ ചോദിച്ചപ്പോൾ അവർ വെച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ കല്ല് ഇതിങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോസ് അവർക്ക് അയച്ചു കൊടുത്തപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ അവരിങ്ങനെ ഒരു ഐഡിയ പറഞ്ഞപ്പോൾ, ഒരു കാശി മാല കണ്ടപ്പോൾ അവർക്ക് ഇങ്ങനത്തെ മാതാവിൻ്റെ ഒരു ഇതേപോലത്തെ ഒരു മാല പണിത് തരാൻ പറ്റുമോ ചോദിച്ചപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ചെയ്തു തരാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അങ്ങനത്തെ ഒരു മാലയാണ് അവർക്ക് പണിതിരിക്കുന്നത്. ഒരു മേഡം പറഞ്ഞിട്ട് അതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് 900 രൂപയാണ്. എന്താ 900 രൂപ ആവാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ വന്നിരിക്കുന്ന ഈ മാതാവിൻ്റെ ഇത് കണ്ടോ, ഇതിന് ഞാൻ ഫ്രെയിം ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ചെറിയൊരു ഫ്രെയിം ഉണ്ട് കണ്ടോ, ചെറിയൊരു ഫ്രെയിം കണ്ടോ, കാണുന്നുണ്ടോ? ഫ്രെയിം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ഒരു പ്രസ്സിങ് ആണ്, ഡൈ ആണത്. അപ്പോൾ ഡൈ കട്ട് ചെയ്തിട്ടപ്പോൾ ഈ കണ്ടതുണ്ടോ, ഈ നല്ല മുകളിലേക്ക് പൊന്തി നിൽക്കണത് ഇങ്ങനത്തെ ഒരു ഡൈ ആണത്. അപ്പോൾ സൈഡ് കട്ട് ചെയ്തപ്പോൾ ഒരു ഭയങ്കര ഒരു ഷാർപ്പ് പോലെ വന്നിരിക്കണം. അപ്പോൾ സൈഡിന് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ഫ്രെയിം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലെല്ലാത്തിനും ഞാൻ ഫ്രെയിം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതാ കാണുന്നുണ്ടോ?
കാണുന്നുണ്ടോ തോന്നുന്നു. ആ, ഫ്രെയിം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഫ്രെയിം ഇടാൻ ഒരുപാട് സമയം വൈകി. അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ ഇതിൽ കൂടുതൽ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട്. സ്റ്റോൺ വർക്ക് വരുന്നത് കൊണ്ടാണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് 900 രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും അമ്മമാർക്ക് ഇങ്ങനത്തെ ഒരു മാല ഇടണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർ നമ്മുടെ ചാനലിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്പറായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്. എന്തായാലും കുറച്ച് ഒരാഴ്ച 2 ആഴ്ച പിടിക്കും. അതായത് ഒരുപാട് വർക്ക് നമ്മൾ ചെയ്ത് ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ പല ആൾക്കാരും പലതരം ഡിസൈനാണ് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഉള്ള ഓർഡർ തന്നവർ ഈ ആഴ്ച ചെയ്യണം. അപ്പോൾ ഈ ആഴ്ച ഉള്ളത് അടുത്ത ആഴ്ച അങ്ങനെ ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ മാതാവിൻ്റെ വെള്ളങ്കണ്ണി മാതാവിൻ്റെ ഈ ഒരു നെക്ലസ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ. അതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് 900 രൂപയാണ്. ഷിപ്പിംഗ് ചാർജ് അടക്കം 950 വരും കണ്ടോ. ഇതിൽ വന്നിരിക്കുന്ന ചെറിയ മറ്റേ വെള്ളങ്കണ്ണി മാതാവ് വന്നിരിക്കുന്നത് 5 എണ്ണമാണ് വന്നിരിക്കുന്നത്. ഈ സൈഡ് 5 എണ്ണം വന്നിട്ടുണ്ട്, ഈ സൈഡ് 5 എണ്ണം വന്നിട്ടുണ്ട്. ഇത് 8 പിടിയാണ്, 24 ഇഞ്ചാണ് കേട്ടോ. ഇത് നല്ല വലിപ്പമുണ്ട് കേട്ടോ. ലോക്കറ്റ് നല്ല വലിപ്പമുണ്ട്. ഇത് ചുറ്റും കണ്ടോ സ്റ്റോൺ, ചെറിയ വൈറ്റ് സ്റ്റോൺ. ഇതേപോലെ സ്റ്റോൺ വെക്കട്ടെ ചോദിച്ചപ്പോൾ ഞാൻ പിങ്ക് സ്റ്റോൺ വെക്കട്ടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് പിങ്ക് വേണ്ട, വൈറ്റ് വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിതിൻ്റെ ചുറ്റും വൈറ്റ് സ്റ്റോൺ വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ. പക്ഷേ ഇതിൽ വേറെ നിങ്ങൾക്ക് മനസ്സിൽ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് എന്നോട് ചോദിച്ചിട്ട് എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ ചെയ്തു തരാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത മോഡൽ കാണാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് 900 രൂപയാണ്. ഷിപ്പിംഗ് ചാർജ് അടക്കം 950 രൂപയാണ് വരിക. അടുത്തത് കാണിക്കാവുന്ന ഒരു പാദസരമാണ് കേട്ടോ. ഒരു മാഡം പാദസരം പണം തരുമോ ചോദിച്ചതാണ്. അപ്പോൾ ആ മാഡത്തിനുള്ള പാദസരമാണ് കേട്ടോ. അത് ഇതുണ്ടോ, ഇത് 3 വരി ഉർവശിയാണ് കേട്ടോ. അത് ഉർവശിയാണ് പാദസരം. കുളത്തൊക്കെ നമ്മൾ നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ട് കണ്ടോ, കാണുന്നുണ്ടെന്ന് തോന്നുന്നു. കുറ്റി, ഇതിൻ്റെ പേര് കുറ്റി എന്നാണ് കേട്ടോ. ഇത് കുളത്താണ് കേട്ടോ. എന്നിട്ടത് കുറ്റി കുളത്ത് എന്ന് പറയും ഇതിന്. ഇതിന് കുറ്റി എന്ന് പറയും, ഇത് കുളത്തെന്ന് പറയാം. അറിയാത്ത ആൾക്കാർക്ക് പറഞ്ഞു തരുന്നതാണ് കേട്ടോ. ഇത് ഒരു മാഡത്തിനുള്ള ഓർഡറായിരുന്നു. നമ്മളടുത്ത് ഇതുപോലെ ഒരു പാദസരം ചെയ്തു തരുമോ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനനുസരിച്ച് ആ മാഡത്തിന് വേണ്ടിയിട്ടുള്ള പാദസരമാണത്. ഇത് 10.5 ഇഞ്ചാണ് കേട്ടോ നീളം വന്നിരിക്കുന്നത്. 10.15 വരുന്നുണ്ട് ഇതിൻ്റെ ലെങ്ത്ത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് 420 രൂപയാണ് പ്രൈസ് വന്നിരിക്കുന്നത് കേട്ടോ. 420 രൂപ. അപ്പോൾ ഇതേപോലെ പാദസരം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാവുന്നതാണ്. 2 വരിയുണ്ട്, 3 വരിയുണ്ട്. 3 വരി ആയത് കാരണം കൊണ്ടാണ് ഇത്ര റേറ്റ് വരുന്നത്. 2 വരി ആകുമ്പോൾ ഇതിനെക്കാളും റേറ്റ് കുറയും. അത്യാവശ്യം നല്ല വീതി ഉണ്ട്. എന്താ 3 വരിയാണ് തന്നിരിക്കുന്നത്. 3 വരി പാദസരമാണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, കുളത്തൊക്കെ നല്ല രീതിക്ക് തന്നെ വെച്ചിട്ടുണ്ട്. എസ് കുളത്താണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുപോലെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ 2 വരിയാണെങ്കിലും 3 വരിയാണെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്. ഉണ്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത നെക്ലസിൻ്റെ വീഡിയോ കാണാം. ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് 420 രൂപയാണ്. ഷിപ്പിംഗ് അടക്കം 470 രൂപ വരും. ഇനി അടുത്തത് കാണാവുന്നത് നമ്മൾ പതിവ് പോലെ എല്ലാ വീഡിയോയിലും കാണിക്കുന്നത് ഒരു മാങ്ങാമാലയാണ് കേട്ടോ. ഈ മാങ്ങാമാല 24 ഇഞ്ചാണ്, അത് 8 പിടിയാണ്. അതിൻ്റെ തൊട്ട് മുകളിൽ മാങ്ങയുടെ സ്റ്റഡും ഉണ്ട് കേട്ടോ. അതൊരു മാഡം ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ആ മാഡത്തിന് വേണ്ടി പണിതാണ് കേട്ടോ. ഇത് 24 ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്. അത് സ്റ്റഡാണ് കേട്ടോ, മാങ്ങ സ്റ്റഡാണിത് കേട്ടോ. 2 സ്റ്റഡ്. ഇത് നമ്മൾ പതിവ് പോലെ ഇതാ പച്ചക്കല്ല് വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവരും പറയുന്നുണ്ട് പിങ്ക് സ്റ്റോൺ നിർബന്ധമാണെന്ന് പറയുന്നുണ്ട്. ഈ 2 ബോളുണ്ടല്ലോ, ഈ പിങ്ക് ബോളില്ലേ, ഇതവർക്ക് നിർബന്ധം വേണമെന്ന് എപ്പോഴും വിളിച്ച് പറയുമ്പോൾ എപ്പോഴും പറയുന്നതാണ് അവർ. ഇത് നിർബന്ധമായിട്ട് ഇങ്ങനത്തെ ഉണ്ടെങ്കിൽ മാത്രം മതി എന്ന് പറയുന്നത് തന്നെ ഭംഗി കൂടുതലെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പരമാവധി നിരാശപ്പെടുത്താറില്ല. ഞാൻ ഇത് ഏത് കടയിൽ ഇല്ലെങ്കിലും ഉള്ള കട മുഴുവൻ അന്വേഷിച്ചിട്ടാണ് ഈ സാധനം വാങ്ങിയിട്ട് വരുന്നത്. അത് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ഉറപ്പൊന്നും ചെയ്യാൻ പറ്റില്ല. പരമാവധി ഉള്ള കടയിൽ നിന്ന് ഏതാ കട ഇല്ലാത്ത കടകളില്ലെങ്കിൽ വേറെ കടകളിൽ അന്വേഷിച്ച് തിരഞ്ഞ് ഈ സാധനം ഐറ്റംസ് നമ്മൾ വാങ്ങും. അപ്പോൾ അത്രയും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓർഡർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് എന്താ ആവശ്യപ്പെട്ട അതേപോലെയാണ് പണിത് കൊടുക്കുന്നത്. അപ്പോൾ അതാ അതിൻ്റെ പുറകുവശത്ത് ഇതൊന്ന് ചെറിയൊരു മാങ്ങ ഉണ്ടോ, മാങ്ങയുടെ സ്റ്റഡാണ്.
ക്യാമറയ്ക്ക് എന്തോ ഒരു ഇപ്പം നല്ല വൃത്തിയുണ്ട്. എന്താണ് അപ്പോൾ ഇത് രണ്ടും കൂടി വന്നിരിക്കുന്നത്, ഇത് നമ്മുടെ 24 ഇഞ്ചാകുമ്പോൾ, അതായത് 8 കൂടി ആകുമ്പോൾ ഈ ചെയിൻ്റെ പ്രൈസ് പിന്നെ കൂടും. നമ്മൾ വേറെ 21 ഇഞ്ചിന് വരുമ്പോൾ 950 അപ്പോൾ ഇതിൻ്റെ 1100 രൂപ വരും. അപ്പോൾ 1100 രൂപ ഇതും ഈ ഒരു മാങ്ങ ഉണ്ടല്ലോ, ഈ സ്റ്റഡും കൂടി ആകുമ്പോൾ, പിന്നെ ഇത് നമ്മൾ കോംബോ സെറ്റ് ആക്കണം. അപ്പോൾ ഇത് രണ്ടും കൂടി ആകുമ്പോൾ 1100 150 രൂപ ഇടാക്കണമല്ലോ. അപ്പോൾ അങ്ങനെ 1250 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. കണ്ടോ ലെങ്ത്ത്. പിന്നെ ഇതിൽ ഞാൻ ഒരു കുളത്ത് എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. ഇത് എസ് കുളത്താണ് വെച്ചിരിക്കുന്നത് കേട്ടോ. എസ് കുളത്ത് എനിക്കറിയില്ല അവർക്ക് ഏതാ താല്പര്യം എന്നുള്ള അറിയില്ല. ഇതിൽ തവളക്കുളത്തും വെച്ചിട്ടുണ്ട്, എസ് കുളത്തും വെച്ചിട്ടുണ്ട്. കണ്ടോ, തവളക്കുളത്തുണ്ട്, എസ് കുളത്തുണ്ട്. അപ്പോൾ അത് ഏതാ അവർക്ക് താല്പര്യമുള്ളതെന്ന് വെച്ചാൽ യൂസ് ചെയ്തോട്ടെ അയച്ചിട്ട്. രണ്ട് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് കുളത്ത് കുളയ്ക്കപ്പോൾ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അത് എസ് കുളത്തും ഉണ്ട്, ഇത് തവളക്കുളത്തും ഉണ്ട് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് 1250 രൂപയാണ് പ്രൈസ് വന്നിരിക്കുന്നത്. ഫ്രീ ഷിപ്പിങ്ങുമാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പണിതാണിത്. ഉണ്ടോ, അതേപോലത്തെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇത്ര ലെങ്ത്ത് 8 കൂടി തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇത് മാങ്ങ ഇതല്ലേ, നമുക്ക് പച്ച കളറും മാങ്ങയുണ്ട്, നീല കളറും മാങ്ങയുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതാ കളറ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, അത് ഞാൻ ചെയ്തു തരുന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെ ഈ കല്ലും, ഇത് പച്ച ഉണ്ടാവും, അതായത് ചുവപ്പും ഉണ്ടാവും, നീലയൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും പച്ചയാണ് താല്പര്യം. പച്ചയാണ് എല്ലാവരുടെയും നല്ല സ്റ്റാൻഡേർഡായിട്ട് നിൽക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അതാണ് താല്പര്യം. അപ്പോൾ അതാണ് നമ്മളും പണിത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ആവശ്യമുള്ള ആൾക്കാർ ഓർഡർ ചെയ്തോളൂ കേട്ടോ. ഓർഡർ ചെയ്തിട്ട് മിനിമം 2 ആഴ്ചയാണ് വേണ്ടി വരും ഇത് നിങ്ങളുടെ കൈകളിലെത്താൻ. കാരണം അത്രയ്ക്ക് ഓർഡറുള്ള കാരണം ഞാൻ ഒറ്റയ്ക്കാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഇത്ര സമയം വൈകുന്നത്. പരമാവധി രാത്രി ഇരുന്നിട്ടൊക്കെ ഞാൻ പണിയുണ്ട്. രാത്രി 1 മണി വരെയൊക്കെ ഇരുന്ന് പണിയുണ്ട്. ഉണ്ടോ, കുളത്ത് ഒരെണ്ണം എക്സ്ട്രാ ഞാൻ വെച്ചിട്ടുണ്ട്. എസ് കുളത്ത് ഞാൻ എക്സ്ട്രാ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. ഇത് ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ അയച്ചു വയ്ക്കാം. അല്ലെങ്കിൽ ഈ എസ് കുളത്ത് ഇതിലിടാം, എസ് കുളത്ത് ഇതിലിട്ടിട്ട് തവളക്കുളത്ത് മാറ്റി വയ്ക്കാം, അല്ലെങ്കിൽ തവളക്കുളത്ത് മാത്രം ഇട്ടിട്ട് എസ് കുളത്ത് മാറ്റി വയ്ക്കാം. രണ്ട് വേണമെങ്കിൽ ഏത് വേണമെങ്കിലും ചെയ്യാം. അത്രേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് 1250 രൂപയാണ്. ഫ്രീ ഷിപ്പിംഗ് ആണ്, ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് 1100 മുകളിലേക്കുള്ളതൊക്കെ ഫ്രീ ഷിപ്പിംഗ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നാഗപടത്തിൻ്റെ ചെറിയ നെക്ലസ്സാണ് കേട്ടത്. ഇതൊരു മാഡം ഓർഡർ ചെയ്തതാണ്. കണ്ടോ, ഇതൊരു നാഗപടം നെക്ലസ്സാണ്. ഇതിൻ്റെ നമ്മൾ പതിവ് പോലെ പിങ്ക് ബോളാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് നിർബന്ധമാണ്, ഇങ്ങനത്തെ പിങ്ക് തന്നെ വേണമെന്നുള്ളത് അവരെപ്പോഴും പറയും. വിളിക്കുമ്പോൾ തന്നെ പറയും ഇന്ന ഐറ്റംസ് വേണമെന്ന് പറഞ്ഞു. ഇതൊക്കെ 2 ആഴ്ച മുമ്പ് ബുക്ക് ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ അവർക്കുള്ള ഐറ്റംസാണ് കേട്ടത്. അപ്പോൾ അതിന് സ്റ്റഡ് വേണം പറഞ്ഞു. അപ്പോൾ സ്റ്റഡ് ഏതാ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു സ്റ്റഡ് അവർക്ക് ഇളക്കത്താലി പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എല്ലാവരും മിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ടാവും. കാണാത്ത ആൾക്കാർക്ക് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഈ ഇളക്കത്താലി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും. ഇളക്കത്താലി വെച്ച സ്റ്റഡാണത്. അപ്പോൾ അത് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് ഇളക്കത്താലിയുടെ സ്റ്റഡ്. ഉണ്ടോ, ഇത് കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ ഇളകണുണ്ടോ? ഇളകണുണ്ടോ? ഇങ്ങനെയൊക്കെ നോക്കുന്നുണ്ടോ? ഇതാണ് ഇളക്കത്താലിയുടെ സ്റ്റഡാണത്. അതേപോലെ നെക്ലസും വരും കേട്ടോ. അപ്പോൾ അവർക്ക് ഈ നാഗപടം ഈ ഇളക്കത്താലിയും കൊണ്ട് വേണമെന്ന് പറഞ്ഞത്. ഉണ്ടോ, ഇളക്കത്താലി കാണാത്ത ആൾക്കാർക്ക് ഉള്ളതാണത്. ഇളക്കത്താലി സ്റ്റഡാണ് കേട്ടത്. സ്റ്റഡാണിത്. അപ്പോൾ ഇതും 21 ഇഞ്ചാണ് കേട്ടോ ലെങ്ത് വന്നിരിക്കുന്നത്. നമ്മൾ ഈ മാങ്ങയിലൊക്കെ വന്നിരിക്കുന്നത് 15 ഇഞ്ചിൽ വെച്ചിട്ട് നമ്മൾ ഇവിടെ വെച്ച് നിർത്തും. അതായത് 15 ഇഞ്ച് ഇവിടെ വെച്ച് നിർത്തിയിട്ട് ബാക്കി 6 ഇഞ്ച് വട്ടക്കണ്ണിയാണ് വയ്ക്കുക. വട്ടക്കണ്ണി എന്ന് പറഞ്ഞ് ബാക്ക് ചെയിൻ എന്ന് പറയും നമ്മൾ. ഇതാ നമ്മുടെ കുളത്ത് ഉണ്ടോ, ബോംബെ കുളത്ത് ഉണ്ടോ, ബോംബെ കുളത്തൊക്കെ കറക്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. മിനിമം 2 ആഴ്ച വേണ്ടി വരും. കാരണം ഞാൻ ഒറ്റയ്ക്കാണെന്ന് ഞാൻ പറയല്ലോ ഓർഡർ എടുക്കുന്നത്. ഒറ്റയ്ക്ക് തന്നെ പകലും രാത്രിയൊക്കെ ഇരുന്ന് പണിയും. അപ്പോൾ അന്ന് പറഞ്ഞിട്ടില്ല. എന്തായാലും നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കട്ടെ. നമ്മുടെ ലൈക്ക് ഭയങ്കര കുറവാണ്. അപ്പോൾ ലൈക്ക് അടിക്കുക. അപ്പോൾ പിന്നെ ആദ്യമായിട്ടാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സുകൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ നല്ല നല്ല അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് എഴുതുക കേട്ടോ. കമൻ്റായിട്ട് എഴുതുമ്പോൾ ഗിവ് അവേ ഉണ്ട്, മറക്കണ്ട. അത് ഞാനെപ്പോഴും ഓർമ്മപ്പെടുത്തുന്നില്ല എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ പിന്നെ പറഞ്ഞതിന് എന്തിനാ എന്തിനാ പറയണതെന്ന് പറഞ്ഞിട്ടാണ് അത് ഞാൻ ഒഴിവാക്കി വിട്ടത്. എന്നാലും എന്നിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ നമ്പർ ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പും കോളൊക്കെ ഒരേ നമ്പറിന്
കോൾ ചെയ്യുമ്പോൾ കാലത്ത് 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ വിളിക്കുക കേട്ടോ. പിന്നെ വാട്സാപ്പ് പിന്നെ പരിധികളില്ല, ഫോണിൽ വിളിക്കുക, അല്ല മെസ്സേജ് അയക്കാം. അപ്പോൾ ഞാൻ സമയം കിട്ടുമ്പോൾ അത് നോക്കും. കോള് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി ഞാൻ രാത്രി പണിതുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ വിളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കോൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വിളക്കണത് പകുതിയാക്കി നിർത്തേണ്ടി വരും. അപ്പോൾ അത് നമുക്കൊരു ബുദ്ധിമുട്ടാവും. അപ്പോൾ ആ വിളക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതങ്ങനെ വിളക്കി പോവുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ടാണ് രാത്രി കോള് എടുക്കാത്തത്. അപ്പോൾ മെസ്സേജ് ആകുമ്പോൾ പിന്നെ നമുക്ക് നമ്മൾ വിളക്ക് കഴിഞ്ഞിട്ട് മെല്ലെയൊക്കെ എടുത്താൽ മതിയല്ലോ. ഓക്കെ, വിളക്ക് എന്ന് പറഞ്ഞാൽ സോൾഡറിങ്, അതാണ് അത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അറിയാത്ത ആൾക്കാർക്കാണ് അത് ക്ലിയറായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഇളക്കത്താലി വേണ്ട, ഇതിൻ്റെ പാലക്കയുടെ ഇത് മതി, പാലക്കയുടെ സ്റ്റഡ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനത്തെ ചെയ്തു തരാം. അത് നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമർ ഏതാണ് പറയുന്നത് അതേപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ. ഓക്കെ, മിനിമം ഒരു 2 ആഴ്ചത്തോളം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അതിൽ പ്രൈസ് വന്നിരിക്കുന്നത്, പ്രൈസ് പറഞ്ഞാൽ ഇത് 950, 150 അങ്ങനെ 1100 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത്. ഫ്രീ ഷിപ്പിംഗ് ആണ്. ഇത് 2 കൂടി ചേരുമ്പോൾ 1100 ആവുന്നുണ്ട്. അപ്പോൾ 1100 ആകുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, ഞാൻ അടുത്ത് കാണിക്കാൻ വന്നത് ഒരു മാഡം ഓർഡർ തന്നതാണ്. ഒരു മാങ്ങാമാല, പിന്നെ അതിൻ്റെ കൂടെ ഒരു വേളാങ്കണ്ണിയുടെ മാതാവിൻ്റെ ഒരു ലോക്കറ്റാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ്ടോ, നമ്മളിപ്പോൾ ലോക്കറ്റ് വേണമെന്ന് പറയുമ്പോൾ വേറെ ഞാൻ ഇതിന് മുമ്പ് കാണിച്ച അതേ ഡിസൈൻ തന്നെ ഇതിൽ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ചെറിയൊരു ഡിസൈനിൽ ചെറിയ മോളിൽ ചെറിയൊരു വേരിഫിക്കേഷൻ ഉണ്ട് എന്നല്ലാണ്ട് വേറെ ഇപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഒരേപോലെ തന്നെ. ഇത് നമ്മുടെ ഒരു മാങ്ങാമല പച്ച കളർ, അത് പിങ്ക് സ്റ്റോണ്, പിന്നെ അത് ആ ചെയിൻ അത് വന്നത് 15 ഇഞ്ച് 15 ഇഞ്ചിൽ വെച്ച് അവിടെ നിർത്തിയിട്ടുണ്ട്. ബാക്കി ബാക്ക് ചെയിനാണ് ഇട്ടിരിക്കുന്നത്. വട്ടക്കണ്ണി വന്നിരിക്കുന്നത് 21 ഇഞ്ചാണ്, അതായത് 7 പിടിയാണ്. ഇത് ആ മാഡത്തിന് ഇങ്ങനത്തെ ഒരു ലോക്കറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് അത് ഇവർക്ക് വേണ്ടിയിട്ട് പണിതാണത്. ഉണ്ടോ, വെള്ളംകണ്ണി മാതാവിൻ്റെയാണ്. ഇതാ ചുറ്റും റൗണ്ടിൽ സ്റ്റോൺ വെച്ചിട്ടുണ്ട്, വൈറ്റ് സ്റ്റോണാണ് വെച്ചിരിക്കുന്നത്. പിന്നെ അത് അതിന് മുകളിൽ നമ്മൾ ചെറിയൊരു സ്ക്വയറായിട്ട് ഒരു ഇത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ 3 സ്റ്റോൺ വെച്ചിട്ടുണ്ട്, ഇത്തിരി വലുത്. അതിന് മുമ്പ് ആദ്യം കാണിച്ച വേളംകണ്ണി മാതാവിൻ്റെ നെക്ലസ് ഇല്ലേ, നെക്ലസ്സിൽ ആ ചെറിയ വേളംകണ്ണി മാതാവിൻ്റെ പോണില്ലേ, അപ്പോൾ അതിൽ നമ്മൾ ഇതേപോലത്തെ നെക്ലസ് കല്ലാണ് വെച്ചിരിക്കുന്നത്, വൈറ്റ്. അപ്പോൾ ഇതിന് മുകളിൽ ഇതാ ഒരു കുരിശും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കാണിച്ചപ്പോൾ അവർക്ക് കുഴപ്പമില്ല, ഇത് കണ്ടപ്പോൾ ഇഷ്ടമായി. അപ്പോൾ പിന്നെ അങ്ങനെ കണ്ടപ്പോൾ അവർക്ക് ഇഷ്ടമായി. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിലാണ് ഇവരെല്ലാവരും അവർ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയും. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലുള്ളൊരു ഡിസൈനാണ് ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ അത് അയക്കുമ്പോൾ അവർക്ക് ഇഷ്ടമായി. അപ്പോൾ നമ്മൾ ഈ സ്റ്റോണൊക്കെ വെച്ച് കൊടുത്തപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായി, ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തപ്പോൾ. പിന്നെ പുറകുവശത്ത് വന്നിരിക്കുന്നത് കണ്ടോ, പുറകുവശത്ത് ഞാൻ പൈപ്പും വെച്ചിട്ടുണ്ട്, അവിടെ ഇതിൻ്റെ കണ്ടോ ഈ കുറ്റിയും വെച്ചിട്ടുണ്ട്, രണ്ടും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഏതാണ് അവർക്ക് ഇഷ്ടം എന്നുള്ളതൊന്നും എനിക്കറിയില്ലല്ലോ. അപ്പോൾ രണ്ടും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുളത്തില്ലേ, തവളക്കുളത്ത് ഇതിലേക്ക് കണക്ട് ചെയ്യാം. ഇത് പിന്നെ പൈപ്പിലൂടെ വേണമെങ്കിൽ ചിരട അല്ലെങ്കിൽ മറ്റേ നൂലിൽ വേണമെങ്കിൽ അങ്ങനെ ഇടാം. ചെറിയ നൂൽ ചെയ്യുണ്ടെങ്കിൽ ആ നൂൽ ചെയ്യ വേണമെങ്കിൽ ഇത് കൂടെ ഇട്ടിട്ട് അങ്ങനെ ഇടാം. ഇത് പിന്നെ കുളത്തുണ്ടല്ലോ, തവളക്കുളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യാം. അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഏതാ അവർക്ക് ഇഷ്ടം എന്നുള്ളത് എനിക്കറിയില്ല. അത് കാരണം കൊണ്ട് ഞാൻ രണ്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ആർക്കെങ്കിലും ഇതേപോലത്തെ ലോക്കറ്റ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ. മിനിമം 2 ആഴ്ചയാണ് പറയണത്, വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാവുന്നതാണ് കേട്ടോ. അടുത്ത നെക്ലസിൻ്റെ വീഡിയോ കാണാം. നെക്ലസ് പറഞ്ഞ് മാങ്ങാമാല തന്നെ കേട്ടോ, അതൊന്നും കൂടി കാണാം. അപ്പോൾ ലാസ്റ്റ് ഇത് മൊത്തം എല്ലാതും കൂടി എത്ര ഉണ്ട് എന്നുള്ളത് നമുക്കൊന്ന് കാണുകയും ചെയ്യാം. ഇതൊക്കെ ഓർഡറുകളാണത്, എല്ലാം ഇത് അയക്കാനുള്ളതാണ് കേട്ടോ. പോസ്റ്റ് ഓഫീസ് വഴി അയക്കാനുള്ളതാണ്. ഓരോരുത്തർ ഓർഡർ തന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഞാൻ പരമാവധി എല്ലാ ഓർഡറുകളും എടുക്കുന്നുണ്ട്, ആരെയും ഞാൻ നിരാശപ്പെടുത്തുന്നില്ല. ഇനി 2 ആഴ്ചയാണ് അവർക്കൊക്കെ സമയം കൊടുക്കുന്നത്, അതിൻ്റെ ഉള്ളിൽ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ. അതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞില്ല കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് രണ്ടും കൂടി കോംബോ സെറ്റായിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് 1300 രൂപയാണ്. ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ. രണ്ടും കൂടി ആകുമ്പോൾ 1300 രൂപ വരുന്നുണ്ട്. ഫ്രീ ഷിപ്പിംഗ് ആണ്, ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ്. ഇതിൻ്റെ പ്രൈസ് പറയാൻ വിട്ടുപോയതാണ്. 1300 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. രണ്ടും കൂടി ആകുമ്പോൾ 1300 രൂപ. ഓക്കെ, ഫ്രീ ഷിപ്പിംഗ് ആണ്, ഓൾ ഇന്ത്യ. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ലോക്കറ്റ് മാത്രമാണെങ്കിൽ അങ്ങനെ ഓർഡർ തരാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തത് നമുക്ക് ഈ മാങ്ങാമാലയിൽ കല്ല് വയ്ക്കുന്ന ഒരു വീഡിയോസാണ്, അതൊന്ന് കാണുക കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഇതൊക്കെ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ ചെയ്ത് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു മാങ്ങാമാലയിൽ കല്ല് വയ്ക്കുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാവുന്നതാണ്. കുളയ്ക്കുന്നതൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ മാങ്ങയുടെ ഫ്രെയിം കേട്ടോ. അപ്പോൾ കാണാത്ത കൂട്ടുകാർക്ക് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ മാങ്ങയുടെ ഫ്രെയിം. ഇത് പണിത് വെച്ചാണ്. അപ്പോൾ കല്ല് വയ്ക്കുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ്. ഇതാണ് നമ്മുടെ 15 ഇഞ്ച് എടുത്തിട്ട് ഇതുണ്ടോ, ഇത് വളക്കി വെച്ചതാണ്. ഇത് ബാക്ക് ചെയിനൊക്കെ വെച്ചിരിക്കണം കേട്ടോ. ഇതുണ്ടോ,
കുളത്ത് കണ്ടോ, ഇതാണ് കുളത്ത്. ഇത് 1.5 ഇഞ്ചാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രെയിം. ഇതുണ്ടോ, ഇത് നമ്മളിതിൽ കല്ല് വയ്ക്കുന്നതാണ് ഇനി നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതാണ് കല്ല് കണ്ടോ, ഈ കല്ല് ഇതാണ്ടോ, ഇതാണ് നമ്മൾ കല്ല് ഇതിലിങ്ങനെ വയ്ക്കും. ഇതിങ്ങനെ ഇറക്കി വയ്ക്കും. ഇതിൽ കല്ല് നമ്മൾ ഇറക്കി വെച്ചു. ഇത് ഇത്തിരി ടൈറ്റ് ഉണ്ടായി, ഞാൻ ഒന്ന് ഉരച്ചതാണത്. ഉരച്ചു ഉണ്ടോ. അപ്പോൾ കല്ല് ഒരുവിധം ഉണ്ടോ, കല്ലാനുണ്ടോ, ഫ്രീ ആയിരിക്കണം കേട്ടോ കല്ല്. എന്നിട്ട് ഇതിലടുത്ത് ഇനി എന്താ വെക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അടുത്ത് നമ്മൾ വെള്ളിത്തകിട് ഞാൻ പറഞ്ഞില്ലേ, അലുമിനിയം പേപ്പർ, അലുമിനിയം പേപ്പർ വയ്ക്കുന്നത്. ഇതാണ് അലുമിനിയം പേപ്പർ. ഇതൊക്കെ അറിയാത്ത കൂട്ടുകാർക്ക് ഇത് പറഞ്ഞു തരികയാണ് കേട്ടോ. അത് ഓക്കെ, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെല്ലാവരും ഇത് അറിഞ്ഞിരിക്കുന്നത്. വെള്ളിത്തകിട് വെച്ചു. വെള്ളിത്തകിട് ഇതിലേക്ക് ഇറക്കി വെച്ചു. വീഡിയോ ചിലപ്പം കുറച്ച് ലെങ്ത് ഉണ്ടാവും, എന്നാലും കറക്റ്റ് ക്ലിയറായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് അത് വെള്ളിത്തകിട് വെച്ചു. കണ്ടോ, ഇതിലേക്ക് വെള്ളിത്തകിട് വെച്ച്. ഇനിയിപ്പോൾ അടുത്തത് ഇതിൻ്റെ പേരാണ് അടിത്തകിട് എന്ന് പറയുക. ഇതാണ് അടിത്തകിട്. ഇതിൻ്റെ പുറകുവശത്ത് തന്നെ അടിത്തകിടാണ് കേട്ടോ. ഇതാണ് അടിത്തകിട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടിത്തകിട് ഇതിൻ്റെ മുകളിലാണ് വയ്ക്കുക. കണ്ടോ, കാണിച്ചു തരാം. കണ്ടോ, ഇതിലിങ്ങനെ വെച്ചു. ഇതാണ്ടോ, ഇതിലേക്ക് ഇറക്കിയതാ. ഇത് ഇറക്കി വെച്ചു. എന്നിട്ട് ഇറക്കി വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ഇവിടെ ഒന്ന് നോക്കുക. നല്ല ഗ്ലേസിങ് കണ്ടോ, നല്ല ഫിനിഷിങ് വരുന്നുണ്ടോ. വെള്ളിത്തകിട് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പുറകുവശത്ത് നമ്മൾ വെച്ച് ഈ അടിത്തകിടുണ്ടല്ലോ, ഈ അടിത്തകിടാണ് കാണുക. അപ്പോൾ അത് ഇത്തിരി ഇരുണ്ട കളറായിരിക്കും. ഓക്കെ, അപ്പോൾ ഇരുണ്ട കളറൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലല്ല എല്ലാത്തിലും സ്വർണ്ണത്തിൽ എങ്ങനെയൊക്കെ ഫിനിഷിങ് വരണം എന്നുണ്ടെങ്കിൽ, തിളക്കം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വെള്ളിത്തകിട് വയ്ക്കണം. എന്നിട്ട് നമ്മളിത് പ്ലെയർ ഉണ്ടോ, ഈ പ്ലെയർ ഉണ്ടല്ലേ, ഈ പ്ലെയർ ഇതുണ്ടോ, ഇവിടെ കുറച്ച് ഗ്യാപ്പുണ്ട്. ഈ ഗ്യാപ്പിൽ പ്ലെയർ വെച്ചിട്ട് നമ്മളിതാ ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ പ്രസ് ചെയ്യുക. ഇവിടെ പ്രസ്സിങ് ചെയ്തില്ലേ, കണ്ടോ. അതേപോലെ തൊട്ടിപ്പുറത്ത് ഞാനൊക്കെ എങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ അടുത്തത് ഇതവിടെ വെച്ചിട്ട് ഇവിടെ പ്രസ് ചെയ്തു. ഇനി അടുത്തത് ഇവിടെ ഒന്ന് പ്രസ് ചെയ്തു. ഓക്കെ, ഇനി അടുത്തത് കണ്ടോ. ഇതൊക്കെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ഇത് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വെറുതെ ജയപ്രസാദിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു എന്ന് പറഞ്ഞാൽ പോരല്ലോ, എന്തെങ്കിലും അറിവുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതാണ്ടോ, കല്ല് ഇതാ വെച്ചു. ഇനിയിപ്പോൾ ഇതാണ്ടോ 4 സൈഡ് നമ്മൾ ഒന്ന് ഇത് വെച്ച് കൊടുത്തു. ഇനിയിപ്പോൾ നമ്മൾ ഇത് മൊത്തം ഒന്ന് പ്രസ് ചെയ്താൽ കാണിച്ചു തരാം. ഇതൊക്കെ എല്ലാം എൻ്റെ കൂട്ടുകാർ, എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ഇത് അറിഞ്ഞിരിക്കണം. നമ്മളിതാ ഇങ്ങനെ പ്രസ് ചെയ്ത് വരുന്നുണ്ടോ, മെല്ലെ മെല്ലെ പ്രസ് ചെയ്ത് വരണം. എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരും എല്ലാവരും ഇതൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ എല്ലാവരും കൂട്ടുകാർക്ക് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടാവും കേട്ടോ, ഇതൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിത് പ്രസ് ചെയ്ത് ഇങ്ങനെ അകന്നിരിക്കുന്നുണ്ടോ, ഇങ്ങനെ ഇത് വരെ ഒന്ന് ഇങ്ങനെ നീക്കി വരുന്നുണ്ടോ. ഇവിടെ എത്തി, ഇങ്ങനെ എത്തി, തുമ്പത്തെത്തി. കണ്ട, ഇവിടെ എത്തിയിട്ട് ഈ തുമ്പിൻ്റെ ഇവിടെ മടക്കിയിട്ട് അടുത്തത് ഇത് അതിൻ്റെ മുകളിലേക്ക് മടക്കി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് അടുത്തത് ഇവിടെ ഇങ്ങനെ മടക്കുക. ഇനി അതിൻ്റെ പുറത്ത് ഇങ്ങനെ മടക്കി കൊടുക്കുക. എന്നുണ്ടോ, പിന്നെ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ എന്താവും ഇതിപ്പോൾ ഏകദേശം ഇപ്പോൾ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഈ സൈഡൊക്കെ ഏകദേശം ക്ലിയറായിട്ട് വരും. എന്നുണ്ടോ, ഇത്ര ഉള്ളൂ കേട്ടോ നമ്മുടെ മാങ്ങാമലയിലുള്ള പണി, കല്ല് വയ്ക്കുന്ന പ്രോസസ്സിങ്. എന്നുണ്ടോ, നല്ല ഫിനിഷിങ് ആയില്ലേ. കണ്ടോ,
തിളങ്ങണുണ്ടോ? ഇതുണ്ടോ? ഇത്ര ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ ഇതൊരു മുട്ടിയാണ് കേട്ടോ. അത് കണ്ടോ, മുട്ടി ഇതിങ്ങനെ വെച്ചിട്ട് കണ്ടോ, ഇതിൻ്റെ മുകളിൽ തുണി, ഇത് കുത്താമ്പളിയത്തെ തുണിയാണ് കേട്ടോ. നമുക്ക് തുണിക്കൊന്നും പഞ്ഞൊന്നുമില്ല. അവിടെ കട്ട് ചെയ്ത സാരിയുടെ സെറ്റ്മെൻറ്റിൻ്റെ കട്ട് ചെയ്തതിൻ്റെ വേസ്റ്റ് തുണിയാണിത്. ഓക്കെ, ഇനിയിപ്പോൾ ഇതിങ്ങനെ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ ഇതൊന്ന് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് കൊണ്ട് വെച്ചിട്ട് നന്നായിട്ട് അമർത്തിയിട്ട് കണ്ടോ പിന്നെ ഒന്ന് ഉരച്ച് വിടുക. ഇങ്ങനെ ഉരച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ കറക്റ്റായി നല്ല ഫിനിഷിങ് വരും ഈ ഭാഗം. അപ്പോൾ ഒരു ഷാർപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവായി പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണത്. കണ്ടോ, ഇങ്ങനെ ഒന്ന് ഉരച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ, കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാർ വീഡിയോ കാണുന്ന കൂട്ടുകാർ എല്ലാവരും ഇത് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ വെറുതെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ, ഇതൊക്കെ എല്ലാം അറിഞ്ഞിരിക്കണം. ഓക്കെ, കണ്ടോ, ഇത്ര ഉള്ളൂ കേട്ടോ. ഇതാണ് മാങ്ങാമാല. ഓക്കെ, ഇത്ര ഉള്ളൂ മാങ്ങാമാല. കണ്ടോ ഫിനിഷിങ്. നമ്മളിതവിടെ കളറെടുത്ത് കണ്ടോ, കണ്ടോ അതേപോലെ ഇങ്ങനെ മടക്കി ക്ലിയറാക്കി വെച്ചതാണ്. കണ്ടോ, അത്ര ഉള്ളൂ കേട്ടോ. അത് അത്ര ഉള്ളൂ. ഇത് ഫുള്ളും പണി കഴിഞ്ഞു. കല്ല് വെച്ച് കറക്റ്റായി. ഇനിയിപ്പോൾ ഇത് ഇനി അടുത്ത് കുളത്താണ്. കുളത്ത് വളയ്ക്കണത് കാണിച്ചു തരാം. നമ്മുടെ 1.5 ഇഞ്ചാണ് കേട്ടോ കുളത്ത്. ഞാൻ പറഞ്ഞല്ലോ, കുളത്ത് 1.5 ഇഞ്ചാണ് നമ്മൾ ഈടാക്കുന്നത്. കുളത്ത് കണ്ടോളൂ. അതുകൊണ്ട് ഈ തലപ്പുണ്ടല്ലോ, തലപ്പ് വശം മുൻവശത്തേക്ക് ഇങ്ങനെ ചെറുതായിട്ട് മടക്കുക. കണ്ടോ, അതിന് ശേഷം ഇതിൻ്റെ പുറകുവശം ഉണ്ട്, ഈ വശം ഇങ്ങനെ മടക്കുക. ഓക്കെ, അപ്പോൾ അതങ്ങനെ ആയില്ലേ, കാണാൻ ഭംഗിയില്ലേ? എന്നിട്ട് ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇത് ഫ്രെയിമിൽ നോക്കണം, ഇതിൽ രണ്ടിലും നോക്കുമ്പോഴേ എന്നിട്ട് നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇതിവിടെ പിടിക്കുക, ഇവിടെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ വളയ്ക്കുക. എന്നിട്ട് അടുപ്പിച്ച് ഇങ്ങനെ വളച്ച് ഇത് ബോംബെ കുളത്താണ് കേട്ടോ. ഇങ്ങനെ വളച്ച് കൊണ്ടുവരിക. എന്നിട്ട് ഇതിലിങ്ങനെ മുട്ടി കണ്ടോ, ഇത്ര ഉള്ളൂ. കുളത്ത് നമ്മുടെ ഇതാണ് ബോംബെ കുളത്ത്. ഓക്കെ, ഇത്ര ഉള്ളൂ കേട്ടോ. ഇതാണ് നമ്മുടെ ബോംബെ കുളത്ത് വരുന്നത്. കറക്റ്റ് ഷേപ്പായി. ഓക്കെ, ഇതാണ് ബോംബെ കുളത്ത്. ഇതിലെടുത്തിട്ട് നമ്മൾ ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫ്രെയിമിൽ നോക്കണം, ഈ കുളത്തിൻ്റെ ഇതിൽ നോക്കണം, രണ്ടിലും നോക്കണം. ഇത് കറക്റ്റ് രണ്ടും ഒന്ന് റെഡിയായോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യിലുള്ളത് കറക്റ്റാണെന്നുണ്ടെങ്കിൽ താഴത്തേക്ക് നോക്കണം. പിന്നെ ഇത് ഫ്രെയിം കറക്റ്റാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഫ്രെയിമിലേക്ക് നോക്കണം. അത്ര ഉള്ളൂ കേട്ടോ. അതാണ് കുളത്ത്. ഓക്കെ, ഇത് അത്ര ഉള്ളൂ കേട്ടോ. നമ്മുടെ വർക്ക് കഴിഞ്ഞു. കല്ലും വെച്ചു, കുളത്തും വളച്ചു. ഇത്ര ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനെക്കാളും വ്യത്യസ്തമല്ല. ഇതിനെക്കാളും എല്ലാ പ്രോസസ്സിങ്ങും ഇതേപോലെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ കല്ല് വെച്ചിട്ട് മടക്കൽ തന്നെയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇത് തന്നെ പ്രോസസ്സിങ്. ഇത്ര ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇത്ര ഉള്ളൂ, കഴിഞ്ഞു. അപ്പോൾ ഇന്ന് കാണിച്ചുള്ള ഐറ്റംസാണ് കേട്ടോ. അത് മുഴുവൻ എന്തൊക്കെ ഓർഡറുകളാണ്. അപ്പോൾ ഇതേപോലത്തെ ഏതാ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു വിടുക. അപ്പോൾ ഞാൻ എന്തായാലും മിനിമം 2 ആഴ്ച വേണ്ടി വരും. ഞാൻ ഒറ്റയ്ക്കാണ് പണിയുന്നത്. അത് കാരണം കൊണ്ട് 2 ആഴ്ചത്തോളം, ഇതൊക്കെ 2 ആഴ്ച മുമ്പ് ഓർഡർ തന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് പണിത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക കേട്ടോ. ചാനൽ ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്യുക കേട്ടോ. നല്ല അഭിപ്രായം കമൻറ്റായിട്ട് എഴുതുക. ഗിവ് അവേ ഒക്കെ നമ്മുടെ കയ്യിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കോൾ ടൈം പറഞ്ഞില്ല, കാലത്ത് 10 to വൈകുന്നേരം 5 മണി. മെസ്സേജിന് പരിധിയൊന്നുമില്ല. അപ്പോൾ ഇതിനെക്കാളും വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.